നമസ്കാരം. ഞങ്ങള് സ്പോർട്ട് മീഡിയ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് വരികയാണ്. സ്പോർട്ട് മീഡിയ യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് സ്പോർട്ട് കിസ് എന്ന് പറയുന്ന പരിപാടി. ഇതേപോലെ നിങ്ങളുടെ സ്പോർട്ടിലേക്ക് വന്നുകൊണ്ട് നിങ്ങളോട് 3 ചോദ്യങ്ങൾ ചോദിക്കും. 3 ചോദ്യങ്ങൾക്കും നിങ്ങൾ ശരിയായ ഉത്തരം പറയുകയാണെങ്കിൽ നല്ലൊരു സമ്മാനമൊക്കെ കൊടുക്കുന്ന ഒരു മത്സരയാത്രയാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് ഫിക്സ് പ്രോ മൊബൈൽസ് എന്ന് പറയുന്ന കുടുക്കുമെട്ടയിലെ ഈ ഒരു സ്ഥാപനത്തിലാണ്. നമുക്കൊന്ന് പരിചയപ്പെടാം പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. പേരെന്താണ്? മുഹമ്മദ് ആഷിഫ് അല്ലെ? മുഹമ്മദ്, ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾക്കുള്ള പേരെന്താണ്? ലോകത്തിലെ കൂടുതൽ ആളുകൾക്കുള്ള പേര് എന്താണെന്ന് ചോദിച്ചാൽ ഏത് പേരാ പറയാം? മുഹമ്മദ് തന്നെയാണ്. ചോദ്യമല്ല, ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. മുഹമ്മദ്, എന്താ പേരെന്താ? അജ്മൽ. അജ്മൽ എന്താ പഠിച്ചത്? പ്ലസ് ടു കൊമേഴ്സ് ആണ്. അജ്മലിന്റെ വീട് എവിടെ? ഇവിടെ തന്നെയാണോ? മുതുകുറ്റി. മുതുകുറ്റി എന്ന് പറയുന്ന സ്ഥലത്ത് എവിടെ വരും പ്രദേശം? ചെമ്പിലോട് പഞ്ചായത്തിൽ. ഓക്കെ, വെരി ഗുഡ്. പേര്? മുഹമ്മദ് നഹിയാൻ. ഇത് മുഹമ്മദാണ്. മുഹമ്മദ് നിഹിയാൻ. ഓക്കെ, നിഹിയാൻ. സഹൽ. അപ്പൊ ഇതില് മുഹമ്മദാണ് ഉത്തരം പറയാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുന്നല്ല. അപ്പൊ നിങ്ങൾക്ക് 3 പേർക്കും ഈ മുഹമ്മദിനെ സഹായിച്ചു കൊടുക്കുക ആദ്യത്തെ 2 ചോദ്യങ്ങൾക്ക്. പക്ഷെ 3ാമത്തെ ചോദ്യം പുള്ളിക്കാരോ സ്വന്തമായിട്ട് ഉത്തരം പറയണം. റെഡിയല്ലേ? അപ്പോ ഉത്തരം പറയാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് മുഹമ്മദിനോടും ഒപ്പം തന്നെ നമ്മുടെ എല്ലാ കൂട്ടുകാരോടും, മുഹമ്മദിന്റെ എല്ലാ കൂട്ടുകാരോടും. മുഹമ്മദിന്റെ ആദ്യത്തെ ചോദ്യം ഇതാണ്. മുഹമ്മദിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മേഖല ഏതെങ്കിലും ഉണ്ടെന്ന് പറയാമോ? ക്രിക്കറ്റ്, ഫുട്ബോൾ ഇഷ്ടമാണ്. ഈ ക്രിക്കറ്റിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കായിക താരം പ്ലെയർ ആരാണ്? രോഹിത് ശർമ്മ. വെരി ഗുഡ്. പക്ഷെ മുഹമ്മദിനോടുള്ള എൻ്റെ ചോദ്യം രോഹിത് ശർമ്മയെ കുറിച്ചല്ല, പക്ഷെ വേറൊരു പ്രധാനപ്പെട്ട ഒരു ക്രിക്കറ്റിനെ കുറിച്ചാണ്. ആ ഒരു ചോദ്യം ഈ രീതിയിലുള്ളതാണ്. അതായത് 1 ഡേ ഇന്റർനാഷണൽ ക്രിക്കറ്റിലും 2020 ലോകകപ്പിലും മത്സരിച്ച് ആ കിരീടം നേടിയ ഇന്ത്യൻ ക്രിക്കറ്ററുടെ പേരാണ് പറയേണ്ടത്. ആ, ഇപ്പോ കളിച്ചോണ്ടിരിക്കുന്നുണ്ടോ? 2020 ലോകകപ്പ് ക്രിക്കറ്റിലും ഒപ്പം തന്നെ 1 ഡേ ഇന്റർനാഷണൽ ക്രിക്കറ്റിലും ലോകകപ്പ് കിരീടം നേടുന്ന സമയത്ത് ആരായിരുന്നു ഇന്ത്യയുടെ ക്യാപ്റ്റൻ എന്നാണ് ചോദ്യം. എം എസ് ധോണി. മഹേന്ദ്ര സിംഗ് ധോണി അല്ലേ? എം എസ് ധോണി ഉറപ്പിക്കട്ടെ. എം എസ് ധോണി എന്നുള്ള ഉത്തരം പൂർണ്ണമായും ശരിയായ ഉത്തരം തന്നെയായിരുന്നു. കൺഗ്രാറ്റുലേഷൻസ്. കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേ. നല്ല പുള്ളിക്കാരൻ. അടുത്ത സമ്മാനം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ 4 പേരും ഷെയർ ചെയ്യല്ലേ ചെയ്യുക. അപ്പൊ ഒന്ന് പുള്ളിക്കാരൻ ഉത്തരം പറയാൻ വേണ്ടി ഒന്ന് പ്രോത്സാഹിപ്പിക്കാം. ഇതിൽ 2ാമത്തെ ചോദ്യം ഞാൻ ചോദിക്കട്ടെ മുഹമ്മദ്. 2ാമത്തെ ചോദ്യം, താങ്കൾ പറഞ്ഞത് വേറൊരു ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡാണ് ഫുട്ബോൾ എന്ന് പറയുന്നത്. ഈ മുഹമ്മദിന് വീട്ടില് കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ ഇപ്പോഴും ഉപ്പി ഉമ്മിയൊക്കെ വിളിക്കുന്ന പേര് മുഹമ്മദ് തന്നെയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ചില പേരോ അങ്ങനെ എന്തെങ്കിലും പേരുണ്ടോ? ഉണ്ടാകും, പക്ഷെ പ്രേക്ഷകരോട് പറയാൻ പറ്റാത്ത പേരായത് കൊണ്ട് ചുമ്മാ പറയാതിരിക്കുന്നതാണ്. എന്താ പേര്? ചുപ്പി. ഓക്കെ. അപ്പൊ ചുപ്പി, ഇങ്ങനെ ഒരു ചുപ്പി എന്ന് പറയുന്ന പോലെ തന്നെ ഏതോ ഒരു പ്രധാനപ്പെട്ട ഒരു ഫുട്ബോൾ കളിക്കാരൻ കുട്ടിക്കാലത്ത് അറിയപ്പെട്ടത് ഡിക്കെ എന്ന പേരിലായിരുന്നു. ഡിക്കെ എന്ന കുട്ടിക്കാലത്ത് അറിയപ്പെട്ടിരുന്ന ആ ഫുട്ബോളുടെ പേരാണ് പറയേണ്ടത്. 2ാമത്തെ ചോദ്യം. പെലെ ആണോ? ഉറപ്പിക്കട്ടെ. മത്സരാർത്ഥികളെ പറയുന്നത് പെലെ എന്നാണ്. ലോക ഫുട്ബോൾ ഇതിഹാസം പെലെ എന്നുള്ള ഉത്തരം പൂർണ്ണമായും ശരിയായ ഉത്തരം തന്നെയാണ്. ബ്രസീലിയൻ താരമായ പെലെ എന്നതും ശരിയായ ഉത്തരം തന്നെയാണ്. ഇപ്പൊ 2 ചോദ്യങ്ങൾക്ക് നിങ്ങൾ നന്നായിട്ട് ഉത്തരം പറഞ്ഞു. ഈ ഫിക്സ് പ്രോ മൊബൈൽസ് എന്ന് പറയുന്ന സ്ഥാപനം കുടുക്കുമെട്ടിൽ തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായോ? 8 മാസമായിട്ടുള്ളൂ. അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ചെറു യുവാക്കൾ തുടങ്ങിയ ഒരു സംരംഭമാണ് ഫിക്സ് പ്രോ മൊബൈൽസ് കുടുക്കുമെട്ട. എല്ലാവിധ റിപ്പയറിങ്ങളൊക്കെ ഇവിടെ ഇല്ലേ? അപ്പൊ നല്ല സേവനങ്ങളാണ് അല്ലെ? 4 ചുള്ളന്മാരാണല്ലേ അല്ലേ? കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ? പ്രേക്ഷകരോട് പറയുന്ന കല്യാണം കഴിഞ്ഞിട്ടില്ലെന്ന് അവർ പറയുന്നത്. അപ്പൊ ആവശ്യമുള്ള ആളുകളെ നോക്കി വെച്ചോ അല്ലെ? മുഹമ്മദ് എന്താ മുഹമ്മദ് എന്താ ചെയ്യുന്നത്? +1 പഠിക്കുന്നേ. ഏത് സ്കൂളിലാ? കൂടാളി. അപ്പൊ കൂടാളി സ്കൂളിലെ എല്ലാ കൂട്ടുകാരോടും പറയണം നമ്മുടെ പരിപാടി കാണുവാനും
അതിനെക്കുറിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയൊക്കെ പറയണം. ഇനി ഒരു ചോദ്യം ബാക്കി കിടപ്പെട്ടാ, സമ്മാനത്തിനുള്ള വേണ്ടി ആ ഒരു ചോദ്യം കേൾക്കാൻ നിങ്ങൾ തയ്യാറല്ല? റെഡിയല്ല? എന്താണ് സഫോളജി എന്ന് പറഞ്ഞ ഏതിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയ്ക്ക് പറയുന്ന പേരാണ് സഫോളജി? സസ്യജാലങ്ങളെ കുറിച്ച്. അത് ഞാൻ ഉറപ്പിക്കട്ടെ. മുഹമ്മദ് പറയുന്നത് സസ്യജാലങ്ങളെ കുറിച്ച് എന്നാണ്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആ ഉത്തരം ശരിയാണോ എന്നാണ് ചോദിക്കുന്നത്. പ്രേക്ഷകർക്ക് ഏകദേശം ഇതിന്റെ ഉത്തരം മനസ്സിലായി കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഈ മിടുക്കരായ ഈ 4 ചെറുപ്പക്കാര് വളരെ നന്നായിട്ട് തന്നെയാണ്, വളരെ ആവേശത്തോടു കൂടി ചിരിച്ചുകൊണ്ട് അവരുടെ അറിവ്, അവരുടെ മേഖലയിൽ നിന്നുള്ള അറിവുകൾ വളരെ പെട്ടെന്ന് തന്നെ പറഞ്ഞു. ക്രിക്കറ്റ് ചോദിക്കുമ്പോഴും ഫുട്ബോൾ ചോദിക്കുമ്പോഴും പെട്ടെന്ന് തന്നെ പറഞ്ഞു. പക്ഷെ ഒരുപക്ഷെ ഈ മേഖല അവർക്ക് അത്ര ഒരു പിടുത്തം ഉണ്ടാകാൻ സാധ്യതയില്ല. നിങ്ങൾ പറയേണ്ടത് ഉത്തരം ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് എന്നതിന് ചോദ്യത്തിലുള്ള ഉത്തരം പറയേണ്ടത് ഇലക്ഷനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയുടെ പേരാണ് സഫോളജി. ദ സ്റ്റഡി ഓഫ് ഇലക്ഷൻ ഇസ് നോൺ ഈസ് സഫോളജി. ഏതായാലും ഒത്തിരി സന്തോഷമുണ്ട് ഞങ്ങളുടെ കൂടെ ഈ മത്സരയാത്രയിൽ നിങ്ങൾ പങ്കെടുത്തിന്. ഞങ്ങളുടെ സ്നേഹാന്വേഷണങ്ങളെ എല്ലാ ആളോടും പറയണം. ഞങ്ങളുടെ ചാനലുകളെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ നല്ല ചോദ്യങ്ങളും നല്ല മത്സരാർത്ഥികളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഈ ദിവസം നിങ്ങളുടെ യാത്ര ചോദിക്കുന്നത് ക്യാമറമാൻ ഷാജഹാനോടൊപ്പം ഞാൻ പ്രശാന്ത്.